സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മുൻഗാമികളിൽ നിന്ന് മാറി അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ദീനാണ് എന്ന വ്യാജേന, ഇസ്ലാമിക ശരീഅത്താണ് എന്ന വ്യാജേന അതിന്റെ പ്രചാരകരായി രംഗത്തു വന്ന വ്യാജ പണ്ഡിതന്മാർ, കള്ള ശരീഅത്ത് വാദിച്ചു കടന്നു വന്ന വ്യാജ പണ്ഡിതന്മാർ, അവരിലൂടെയാണ് കേരളത്തിൽ വഹാബീസത്തിന്റെ പ്രചരണം നടക്കുന്നത്. അതിനെ അക്കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ മഹാന്മാരായ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ, മശായിഖന്മാരുടെ ഖാദിമീങ്ങളായ ആലിമീങ്ങൾ അതിന് പ്രതിരോധം തീർത്തു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹാന്മാർ, ആ കണ്ണിയിൽ മഹാനരായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കൾ അവരൊക്കെ കടന്നു വന്നു. ആ മഹാന്മാരൊക്കെ വന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, ഇവരൊക്കെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമകളാണ്. പക്ഷേ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരാരും ദീൻ കൈകാര്യം ചെയ്തിട്ടില്ല. മുൻഗാമികൾ എന്തു പറഞ്ഞു? ഗൗസുൽ ആലം തങ്ങൾ പഠിപ്പിച്ച ദീൻ, സുൽത്താനുൽ ആരിഫീൻ മഹാനരായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അങ്ങനെ തുടങ്ങിയ മഹാന്മാർ അവരെന്താണോ പഠിപ്പിച്ചത്, അത് ഇമാമികൾ എന്താണോ രേഖപ്പെടുത്തി വെച്ചത്, അതാണ് ഇവിടെ നമ്മുടെ പൂർവികരായ ആലിമീങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചത്. ഇത് കേട്ടില്ല നിങ്ങളെ? വഹാബികളുടെ കേരളത്തിൽ വന്നപ്പോഴേ അതിനെ പ്രതിരോധം തീർത്ത സമസ്തയുടെ ഉലമാ ആരായിരുന്നു? പാങ്കുലിസ്താദ് വലിയ മഹാനായിരുന്നു, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വലിയ മഹാനായിരുന്നു, കുത്തുബിത്തങ്ങൾ വലിയ മഹാനായിരുന്നു, ഒക്കെ പറഞ്ഞ മഹാനട്ടോ, ഒക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഷാലിയാത്തി ഒക്കെ ഉണ്ട് ഇതിലെ, അതൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഈ പറഞ്ഞ കുഞ്ഞഹമ്മദും അൻവരിയാണ് ഇപ്പം ഓരോ കള്ളന്മാരാക്കിയത്. മനസ്സിലായോ? ഒരു മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് അന്ന് ദീൻ കൈകാര്യം ചെയ്തതെന്നും അവർ സ്വന്തം നിലക്ക് ദീൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ ഈ ക്ലിപ്പിൽ കുഞ്ഞമ്മ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോക്കി. എന്നിട്ട് അതേ ഉലമാവിനെ ഇപ്പം എന്താ പറയണ്ടേ? ഒരു കള്ളന്മാരാണ്, അതിനൊന്നും വലിയ കഥയില്ല, ഒരു മുനാഫിക്കുകളാണ്, എന്തെല്ലാമാണ് ഇപ്പം ഈ വട്ടൂരുകൾ പറയണ്ടേ? അതൊന്നും കണ്ടോളി. മുമ്പ് സമസ്തന്റെ ഉലമാവിനെ പറ്റി പറഞ്ഞാണിത്, കേൾക്കണം. 1925-26 അവിടുന്ന് പോകുന്ന 30 കാലയളവിൽ ഉള്ള ഉലമാ, സമസ്തന്റെ പ്രഥമ മുഷാവറ, അതൊക്കെ മഹാന്മാരല്ലോ, വലിയ വലിയ മഹാന്മാരെന്നൊക്കെ കുഞ്ഞമ്മ പറഞ്ഞു. എന്നാൽ അവരെ പറ്റി ഇതേ നാവ് കൊണ്ട് കുഞ്ഞമ്മ പറഞ്ഞിട്ടുള്ളി കള്ളന്മാരാണ്. അതാണ് ഗുരുവട്ടൂരിസം, അതാണ് കാപ്പട്യം. ഇവർ കാട്ടുകള്ളന്മാരല്ലെങ്കിൽ പിന്നെ ആരാ കാട്ടുകള്ളന്മാര്? ഇനി ആ പറഞ്ഞ ഓരോ ക്ലിപ്പൊന്നും കണ്ടോളി, ഇടക്കൊക്കെ നല്ല ഇവരാരാണ്. പിന്നെ ഇപ്പൊ പറയാവുന്നതാണ് സമസ്ത ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്, അതൊന്നും തിരുത്തിയിട്ടില്ലല്ലോ, നിലനിൽക്കുകയാണല്ലോ എന്നൊക്കെയാണ്. പിന്നെ സമസ്തന്റെ ഫത്വ ഉണ്ടായിട്ടുണ്ട്. സമസ്തന്റെ 4ാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ ഈ കൊണ്ടോട്ടി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഫത്വ പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം പറഞ്ഞാൽ വലിയ കഥയൊന്നുമില്ല. അതായത് എന്റെ കഥയുള്ളൂ. മശായിഖന്മാരുടെ വിഷയത്തിലൊന്നും തീരുമാനം എടുക്കാൻ ബാഹ്യമായിട്ടുള്ള ഇരുമ്പ് അടിച്ചോണ്ടൊന്നും ആകില്ല. അത് 100 അല്ല 100,000 ആൾക്കാരുണ്ടായാലും ശരി. വിഷയത്തിലൊന്നും തീരുമാനം എടുക്കാൻ ബാഹ്യമായിട്ടുള്ള ഇരുമ്പ് അടിച്ചോണ്ടൊന്നും ആകില്ല. അത് 100 അല്ല 100,000 ആൾക്കാരുണ്ടായാലും ശരി. വിഷയത്തിലൊന്നും തീരുമാനം എടുക്കാൻ ബാഹ്യമായിട്ടുള്ള ഇരുമ്പ് അടിച്ചോണ്ടൊന്നും ആകില്ല. അത് 100 അല്ല 100,000 ആൾക്കാരുണ്ടായാലും ശരി. കണ്ടോ? സമസ്തന്റെ ഉലമാവിനെ പറ്റിയ പറഞ്ഞേ, അവിടെ തീരുമാനം അതിലൊന്നും വലിയ കഥയില്ല. മശായിഖന്മാരുടെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ ആർക്ക് കഴിയില്ല? സമസ്തന്റെ ഉലമാവിന് കഴിയില്ല എന്ന് പറഞ്ഞത്. ഈ ഉലമാവിനെ പറ്റിയാണ് മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് അന്ന് അവർ ദീൻ കൈകാര്യം ചെയ്തതെന്ന് കുഞ്ഞമ്മ പറഞ്ഞ ക്ലിപ്പിൽ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ഇവരെ കാര്യം വന്നപ്പോൾ ഇവരെന്താക്കി? മറ്റൊന്ന് തൊട്ടിമാരി, ഇവിടെ തൊട്ടും പടപ്പും അവിടെ തൊട്ടും പടപ്പും. ആ മശായിഖന്മാരൊന്നും സ്വീകരിക്കാത്തവരാക്കി ചിത്രീകരിക്കുക. ആദ്യ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് വഹാബിസത്തെ അവർ നേരിട്ടതെന്നും സ്വന്തം വകയിൽ അവർ ദീൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ ഈ വട്ടൂരികൾ ഇവിടെ എത്തിയപ്പോൾ എന്താക്കി? ഓർക്ക് മശായിഖന്മാരുടെ ബന്ധമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് മശായിഖന്മാരുടെ വിഷയത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് അവർ ദീൻ കൈകാര്യം ചെയ്തതെന്ന് വലിയ പറയണേ. പിന്നെ വൈരുദ്ധ്യം. ഇവരും സമസ്തയുടെ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇവനാണ് സമസ്തന്റെ 100ാം വാർഷികത്തിൽ സ്ഥാപക ദിനത്തിൽ വലിയ ആളായിട്ട് വീഡിയോ വന്നായി. കള്ള മുനാഫിക്കലവൻ. ഇവനെ പോലത്തെ മുനാഫിക്കുകൾ വേറെ ആരെയുണ്ടോ? ഇവനക്ക് എന്താ അധികാരം? ഈ പറഞ്ഞ ചങ്ങായിക്ക് എന്താ അധികാരം സമസ്തന്റെ സ്ഥാപക ദിനത്തിൽ സമസ്തന്റെ കാര്യം പറയാൻ? നമ്മളെ പല മദ്രസിലും നമ്മളെ പള്ളിക്കലും മദ്രസിലൊക്കെ ഇപ്പം സമസ്തന്റെ ഇത് ആഘോഷിക്കുകയാണ്. ഇവർക്ക് മദ്രസ ഉണ്ടോ? ഇവർക്ക് സമസ്തന്റെ മദ്രസ ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇവർ പറഞ്ഞ കേട്ടോളി, കുഞ്ഞമ്മ പറഞ്ഞിട്ടോളി. ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. സുന്നികളായ ആളുകൾ ഇത് സമസ്തയിലുള്ളവർ ചിന്തിക്കണം. 2 സമസ്തക്കാരുണ്ടല്ലോ ഇവിടെ. സമസ്തനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവരെ കാപ്പട്യം തിരിച്ചറിയണം എല്ലാവരും. അതിനത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പരാമർശ വിധേയമായ കാര്യല്ലേ? 100 കൊല്ലം മുമ്പ് ശരീഅത്തിന്റെ ഉലമാ എടുത്ത തീരുമാനം
അത് വലിയ പഴക്കമുള്ള വലിയൊരു അസംബന്ധമാണ്. 100 കൊല്ലം പഴക്കണ്ട്, 95 കൊല്ലം പഴക്കണ്ട് എന്ന് പറഞ്ഞ് 1930 എടുത്ത തീരുമാന സമസ്തയുടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ കാലപ്പഴക്കമുള്ള ഒരു കളവ് എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. 1930 എടുത്ത തീരുമാന സമസ്തയുടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ കാലപ്പഴക്കമുള്ള ഒരു കളവ് എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. 1930 എടുത്ത തീരുമാന സമസ്തയുടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ കാലപ്പഴക്കമുള്ള ഒരു കളവ് എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ മോഹൻതന്നെ കൊണ്ടോട്ടി വെച്ച് പറഞ്ഞ ക്ലിപ്പ് ഞാൻ മുകളിലിട്ടുണ്ട്, അത് കേട്ടോക്കി. ആ കാലത്തെ വലിയ വലിയ മഹാന്മാർ കേട്ടില്ല ഞങ്ങള്? വരക്കൽ മുല്ലക്കോയത്തങ്ങള്, പാങ്ങിൽ ഉസ്താദ്, കുത്തുബിത്തങ്ങള്, ഇനി എണ്ണാത്ത ആളുകളിലുണ്ട്. അഹമ്മദ് ഖോശാലിയത്തെ അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ അന്ന് മശായിഖന്മാർ നിർദ്ദേശത്തിലാണ് വഹാബിസത്തിനെതിരെ പ്രതിരോധം തീർത്തത്. ഒരു സ്വന്തം വകയിൽ ദീൻ പറഞ്ഞിട്ടില്ല. മഹാന്മാർ മശായിഖന്മാർ നിർദ്ദേശത്തിലാണ് അവർ ദീൻ കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞ ഈ മൊയന്താണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ മൊയന്തെന്ന് വിളിച്ചാൽ മതിയോ? എന്ത്? അത് കാലപ്പഴക്കുള്ള കളവാണ്. അന്ന് ഒരു കളവ് പറഞ്ഞതായിരുന്നു. മറ്റേ പറഞ്ഞെന്താ? അതിലൊന്നും വലിയ കളവൊന്നുമില്ല. മനസ്സിലായോ? ഇനി സമസ്തന്റെ ആലിമീങ്ങളാ മുനാഫിക്കങ്ങളാക്കുന്നുണ്ട് അൻവരി, അതുമാണ് ഞാൻ കാണിച്ചതാ. പിന്നെ 40 മല്ലന്മാർ, 40 മല്ലന്മാർ എടുത്ത തീരുമാനം പേക്കൂലേ? ഇയാളെ 40 മല്ലന്മാർ കുഞ്ഞാമ്മ പറഞ്ഞ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ ഉലമാ എന്ന് പറഞ്ഞല്ലോ. എണ്ണീത് കണ്ടില്ല കൊണ്ടോട്ടിന്ന് ആ ഫസ്റ്റ് ക്ലിപ്പ്? ആ മഹാന്മാരാണ് 40 മല്ലന്മാർ പറഞ്ഞിട്ട് അൻവരി വളരെ ചീപ്പായിട്ട് അവതരിപ്പിച്ച്. ഇവരൊക്കെ സമസ്തന്റെ കാര്യം പറഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിച്ചോളില്ലേ. ഈ ക്ലിപ്പുകളൊക്കെ നമുക്ക് ഓർമ്മയാണോ? അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്തോളി. ഈ കള്ളന്മാർ എല്ലാവരുടെയും മുന്നിൽ വിശ്വാസം ഉണ്ടാക്കും. ഞങ്ങൾ സമസ്തന്റെ ആളെന്ന് പറയാണ്ട് ഞങ്ങളും സമസ്തം അംഗീകരിക്കേണ്ടത് അറിയും. ആ പട്ടിയാണ്, നിഫാത്താണ്, കളവാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി വേണം ക്ലിപ്പ്, ഇനിയും പറയും. ഇവര് എത്ര ക്ലിപ്പ് പറയുന്നത് സമസ്തന്റെ ഉലമാവിനെ പറ്റി. അപ്പൊ ആർക്കും അവിടെ മാറ്റം വന്ന് ആരെ തൗഹീദ് അവിടെ മാറുന്നത്? ഇതൊക്കെ തൗഹീദിന്റെ ഭാഗം തന്നെ. ഇങ്ങനെയല്ല നിങ്ങൾ മറ്റേത് എണ്ണീതേ. മനസ്സിലായോ? പറഞ്ഞേക്കങ്ങളോട് ഇനി നിങ്ങൾ ഇപ്പൊ എടുത്ത തീരുമാനമല്ല, 930 മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വർത്താനം എന്താണെന്നറിയോ? തുടക്കത്തിൽ എടുത്ത തീരുമാനം തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി ഇവരെടുത്ത തീരുമാനം ഒക്കെ അങ്ങനെ ആവൂലേ എന്നല്ല, അങ്ങനെ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പം പൊളിയുന്നത്. ചില ആൾ സമസ്തന്റെ പ്രമേയം പൊളിയ എന്താ പിന്നെ പ്രശ്നം? 40 മല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും വെക്കൂലേ? ഇത് കേട്ടില്ലേ? ഇതിൽ ഈ ചങ്ങായി 40 മൊല്ലാക്കന്മാർ എന്ന് പറഞ്ഞ് പരിഹസിച്ചതാരെ? കുഞ്ഞമ്പത് നേരത്തെ അവിടെ എണ്ണിയല്ലോ. വലിയ വലിയ മഹാന്മാർ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ വഹാബിസത്തിനെതിരെ പ്രതിരോധം തീർത്ത, സ്വന്തം വകയിൽ ദീൻ അവർ കൈകാര്യം ചെയ്തിട്ടില്ല എന്നും മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് അവർ ദീൻ കൈകാര്യം ചെയ്തതെന്നും പറഞ്ഞ വരക്കൽ മുല്ലക്കോയത്തങ്ങള്, പാങ്ങിൽ ഉസ്താദ്, അഹമ്മദ് ഖോശാലിയാത്തി, കുത്തുബിത്തങ്ങള്, അങ്ങനെ തുടങ്ങി ശംസുലം പറഞ്ഞല്ലോ. മഹാന്മാരായ സ്വാലിഹ്യങ്ങളായ ആളുകളായിരുന്നു ആ കാലത്ത് സമസ്ത മുഷാവറയിലുണ്ടായിരുന്നതെന്ന്. ആ പറഞ്ഞ മുഷാവറയിൽപ്പെട്ട സ്വാലിഹ്യങ്ങളായ മഹാന്മാരായ ഉലമായിനാണ് ഇവൻ എന്താക്കല് 40 മല്ലാക്കന്മാർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. എന്നിട്ട് ഇവനാണ് എന്ത് ചെയ്യേണ്ടത്? സമസ്തന്റെ സ്ഥാപക ദിനത്തില് സമസ്തക്കും വേണ്ടി സമസ്തന്റെ ആളായിട്ട് വീഡിയേറ്റ് വരണ്ടേ? നിങ്ങളെ ഇവരെ പോലത്തെ കള്ള മുനാഫിക്കങ്ങൾ വേറെ ആരാള്? ഇവനല്ലേ തെജ്ജാലൂന കദ്ദാബൂന എന്ന് പറയണമെങ്കിൽ ഇവനെ പറ്റില്ല വരണ്ടി. ആളുകളെ കബളിപ്പിക്കുക. സമസ്തന്റെ ഉലമാവിനെ എത്രത്തോളം നിസ്സാരാക്കാൻ കഴിയുമോ അത്രത്തോളം നിസ്സാരാക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഇവൻ അതൊക്കെ മറച്ചു വെച്ചിട്ട് സമസ്തന്റെ ആളായിട്ട് രംഗത്ത് വരിക. അപടനല്ലേ ഇവൻ? എന്നെ വെറുതെ ഇടാൻ പറ്റുമോ? ഇവനാ സുലൈമാൻ സ്ഥാനം അവിടുന്ന് ചോദ്യം ചെയ്ത് എന്നെ കാര്യങ്ങൾ നിർത്തി പിടിച്ചടാ. കണ്ടോ? ഞങ്ങൾ ഉസ്താമാരെ നിനക്ക് വില കൂട്ടിയാലുണ്ടല്ലോ, ഇതൊന്നും നമുക്കൊരു ചുക്കുമല്ല. മനസ്സിലാക്കിക്കോ. ഇതെന്താ മനസ്സിലാക്കിയത്? എന്റെ കാപ്പറ്റ പോയി കാണിക്കണ്ടേ? എന്ത് പറയാണ്ടേ? അതിന്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മുഹമ്മദ് ഷാ തങ്ങളെ പേര് പ്രമേയം എടുക്കുമ്പം അതേ പ്രമേയം കൊണ്ട് തന്നെ മുഹമ്മദ് ഷാ തങ്ങൾ തിരിച്ചെത്തിച്ചു. എന്നെക്കുറിച്ച് പ്രമേയം എടുക്കുന്ന ആൾക്കാരെ മൂക്ക് മാഫിയാളാണെന്ന് പറഞ്ഞ രൂപയില് എന്നോട് ദേഷ്യപ്പെടണ്ട. അതിന് സമസ്തകളായാലും ശരി, സമസ്തകൾ കേരളത്തിൽ പല നവോത്ഥാനങ്ങളുണ്ട്. നമ്മളൊക്കെ സമസ്തന്റെ പ്രവർത്തകർ തന്നെയാണ്. സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തുനബിന്റെ ഒരു പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിമിറ്റക്കല്ലി മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്യമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരിയത്താണ്, അത് മുജാഹിദിന്റെ ശരിയത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓൽക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സംസ്ഥാനം കിട്ടലാണ് ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അവർ കള്ള ശരിയത്താണ്. ആ കൂട്ടത്തിൽ മനസ്സിലാക്കിയോളി, മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ
ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്ത ഇവിടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല. അത് കള്ള ശരിയത്താണ്. ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ്. ഏത് സമസ്ത